ഒരു കപ്പലിൽ ഒരുപാട് ക്രൂ മെമ്പേഴ്സ് ഉണ്ടാവും അല്ലേ? ചില ആളുകൾ ആ കപ്പലിൻ്റെ ഏറ്റവും താഴത്ത് വെള്ളമൊക്കെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ വെള്ളം ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത്രയും ബുദ്ധിമുട്ടുള്ള കുറേ ഏരിയയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. നമ്മളത് കാണുമ്പോൾ നമുക്കൊരു ടെറിബിൾ ആയിട്ട് ആ വർക്കിനെ തോന്നും അല്ലേ? നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു വർക്കായിട്ട് അത് തോന്നും. വേറെ ചില ആളുകളുണ്ടാവും അവിടെ ക്ലീനിങ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ. പക്ഷെ അവർ ചെയ്യുന്ന ഒരു ആവറേജ് വർക്കായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവുക. കുറച്ചുകൂടി അങ്ങോട്ട് കഴിഞ്ഞാൽ ഫുഡൊക്കെ നമുക്ക് സെർവ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ആ ജോബിനെ നമ്മളൊരു ഗുഡ് ജോബായിട്ട് നമുക്കിങ്ങനെ തോന്നും. അത് കഴിഞ്ഞ് നാവിഗേഷൻ, അതായത് ഇതിൻ്റെ ദിശ നിർണ്ണയിക്കുന്ന ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളെ കാണുമ്പോൾ അയാൾക്കൊരു ബെറ്റർ ജോബാണെന്ന് നമുക്ക് തോന്നും. കുറച്ചുകൂടി അങ്ങോട്ട് കഴിഞ്ഞാൽ ഈ കപ്പലിൻ്റെ നിയന്ത്രണങ്ങളൊക്കെ ഏറ്റെടുക്കുന്ന ആളുണ്ടാവും. ഈ ആളെ കാണുമ്പോൾ നമുക്ക് ഇയാൾക്ക് നല്ല വെയിറ്റ് ജോബാണെന്ന് തോന്നും. ഇനി ഈ കപ്പിത്താനെ കാണുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു കാര്യം എന്താ? ഇറ്റ്സ് എ ബ്രില്യൻറ്റ് അല്ലേ? അയാളാണ് ഈ കപ്പലൊക്കെ എന്ത് ചെയ്യുന്നത്, ദിശയൊന്നും തെറ്റാതെ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുന്നതെന്ന് തോന്നും. ഇതേപോലെ നമ്മുടെ ഓഫീസിൽ നമ്മൾ ചെയ്യുന്ന വർക്കുകൾക്കൊക്കെ ഈ 6 കാറ്റഗറീസ് ഉണ്ട്. നിങ്ങൾ കഷ്ടപ്പെട്ടിട്ട് ഇഷ്ടമല്ലാതെ ചെയ്യുന്ന വർക്കുകളുണ്ട്, പക്ഷേ അത് ചെയ്യുന്നുണ്ട് നമുക്കൊരുപാട് സമയം അതിന് വേണ്ടിയിട്ടായിരിക്കും ചിലവാകുന്നുണ്ടാവുക. നമ്മൾ ഏറ്റവും കൂടുതൽ മാറ്റി വെക്കുന്ന ജോലികളും അതായിരിക്കും. അതാണ് ടെറിബിൾ ജോബ്. രണ്ടാമത്തെ ടൈപ്പ് ഇഷ്ടം അത്രത്തോളമൊന്നും ഇല്ല, പക്ഷേ കഷ്ടപ്പാടും കുറവാണ്. അങ്ങനെ ചെയ്യുന്ന ജോബുണ്ട് നമ്മൾ ചെയ്യുന്ന ജോബിൽ. ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇഷ്ടം ആയിട്ട് വരുന്നുണ്ട്, കഷ്ടപ്പാടും കുറഞ്ഞു വരുന്നുണ്ട്. അത് നമുക്ക് ഗുഡ് ജോബ് എന്ന് പറയാം. കുറച്ചുകൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ബെറ്റർ ജോബ് കിട്ടുന്നുണ്ട്. അതായത് ഇഷ്ടമുണ്ട്, കഷ്ടപ്പാട് ഇങ്ങനെ തീരെയില്ല, അതിങ്ങനെ നോർമലായിട്ട് നടന്നുകൊണ്ട്. അതിനേക്കാളും കുറച്ചുകൂടി മുകളിലോട്ട് എത്തുമ്പോൾ നമ്മൾ ഈ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് നല്ല അഭിമാനത്തോട് കൂടിയിട്ട് ആ വർക്ക് ചെയ്യാൻ തോന്നുന്നുണ്ട്. അതിന് നമുക്ക് എന്ത് പറയാം? ഗ്രേറ്റ് ജോബ് എന്ന് പറയാം. ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഉദ്ദേശിച്ച ഒരു പൊസിഷനിലാണ് നമ്മൾ എത്തുന്നതെങ്കിൽ നമ്മൾ അതിന് ബ്രില്യൻറ്റ് ജോബ് എന്ന് പറയാം. എങ്ങനെ സാധാരണ ഒരാൾക്ക് ടെറിബിളായ ജോബിൽ നിന്ന് ഒരു ബ്രില്യൻറ്റ് ജോബിലേക്ക് എത്താം? ആ ടെറിബിൾ ജോബുകളെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ്. അത് നിങ്ങൾ പറഞ്ഞാലാണ് നിങ്ങൾക്കത് ഇഷ്ടമില്ലാത്ത ജോബാണെന്ന് നിങ്ങൾ HR അഡ്മിനൊക്കെ അറിയുന്നുണ്ടാവും. അങ്ങനെ നിങ്ങൾ അറിയിക്കുന്ന സമയത്ത് നമുക്ക് ആ ജോബ് എന്ത് ചെയ്യാം? വേറൊരാൾക്ക് കൊടുക്കാം. അങ്ങനെ കൊടുക്കുന്ന സമയത്തുള്ള ഗുണം എന്താ? ഒന്ന്, നമ്മൾ ഇഷ്ടമില്ലാതെ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ സമയം നമ്മൾ ഒരുപാട് അതിന് വേണ്ടിയിട്ട് ചിലവാക്കുന്നുണ്ടാവും. തിരിച്ച് നമ്മൾ അതേപോലെ ഇഷ്ടപ്പെട്ടിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അൺകോൺഷ്യസ് മൈൻഡിൽ നമുക്കത് ചെയ്യാൻ പറ്റും.